ഹലോ ഗായ്സ്, ഇന്നലെ സൺഡേ ആയിട്ട് ഞങ്ങൾ ഈവനിങ് മലമ്പുഴയ്ക്ക് ഇറങ്ങിയതാണ്. എല്ലാ സൺഡേ ഞങ്ങൾ പോകാറുണ്ട്. അത് ഞങ്ങളൊരു ഹോബിയാണ്. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു രസമല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ നാട്. ഒരു നാട്ടുമ്പുറത്ത് കഴിയുന്നൊക്കെ പറയാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂട്ടുക. മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മലമ്പുഴ എത്തും തോറും ഭയങ്കര ബ്ലോക്കായി, തിരക്കായി, ആൾക്കൂട്ടമായി, ഒരു രക്ഷയില്ലാത്ത തിരക്കായി. നല്ല ജനം, പറഞ്ഞു ഒടുക്കത്തെ ജനമായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. മലമ്പുഴയ്ക്ക് കടത്തിവിടാൻ പോലും തിരക്കായിരുന്നു. അവസാനം നമ്മൾ തിരിച്ചു വന്നു. കവയ്ക്ക് പോകാൻ പറ്റാതെ തിരിച്ചു വന്നു. എന്നിട്ട് ഞങ്ങൾ മലമ്പുഴ ഷട്ടർ തുറന്നത് കുറച്ച് നേരം നിന്ന് കാണാനൊന്നും പറ്റിയില്ല. കാരണം അവിടെയും തിരക്കായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ വന്ന ആനക്കല്ല് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ആകുമ്പോൾ അത്ര തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ആനക്കല്ലേക്ക് തിരിച്ചതാണ്. അവിടെ ആകുമ്പോൾ നമുക്ക് ഒന്നാമ്പുഴ അങ്ങനെ കുറേ കാണാനുണ്ട്. അപ്പോൾ ആനക്കല്ലേക്ക് തിരിക്കണ റോഡാണ്. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ 2 ടേണിങ്ങാണ്. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ കഞ്ചിക്കോട് റൂട്ട്, ഇവിടെ നിന്ന് ഒരു ടേണിങ് തിരിയുന്നതാണ് നമ്മൾ ആനക്കല്ല് പറയണത്. അപ്പോൾ ഇതിൻ്റെ കുറച്ചൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വന്നിട്ടില്ല, കാരണം നമുക്കൊരു പേടിയാണ്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പേടിയാണ്. കാരണം ആനയൊക്കെ ഇറങ്ങണ ഈ സമയത്ത് ഇന്നലെ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാരിപ്പോൾ നമുക്ക് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസൊക്കെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇന്നലെ നിറയെ തിരക്കുള്ളതുകൊണ്ട് നമുക്കത്ര പേടി തോന്നിയില്ല. കാരണം നമ്മൾ ഇന്നലെ കുറച്ച് നേരത്തെ ഇറങ്ങി, ഒരു 4:30 ആകുമ്പോൾ ഇറങ്ങി. അപ്പോൾ പിന്നെ ഇരുട്ടാകുമ്പോഴേക്കും നമുക്ക് തിരിച്ച് വീട്ടിൽ പോവുകയും ചെയ്യില്ല. ഇരുട്ടാകും തോറും നമുക്ക് പേടിയാണ്. ഇന്നലത്തെ 2 ദിവസം മുന്നേ ന്യൂസിലുണ്ടായിരുന്നു മണ്ണിടിഞ്ഞ് വീണത്. അപ്പം ഞങ്ങൾ ഡാമിനോടെ എത്തി. കുറച്ച് നേരം അവിടെ നിന്നു. ഒരുപാട് വെള്ളത്തിൽ കളിക്കാൻ നിന്നില്ല. കുറച്ച് നേരം നിന്നു. വെള്ളത്തേക്ക് ഇറങ്ങില്ല. കുറച്ച് നേരം അവിടെ കാലിൽ നനച്ചിട്ടിരുന്നു. ഏട്ടനൊന്നും ഇറങ്ങില്ല കേട്ടോ. ഏട്ടന് ഭയങ്കര വെള്ളം കണ്ടാൽ തന്നെ പേടിയാണ്. ഞാനാണ് പിന്നെയും വെള്ളം കണ്ട് ഇറങ്ങുന്ന ആൾ. അങ്ങനെ അവിടെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് ജസ്റ്റ് അവിടെ നിന്ന് കണ്ടു. കാരണം നമുക്ക് പോകാനും വരാനും ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയില്ല. അപ്പോൾ ജസ്റ്റ് അവിടെ വെള്ളത്തിൽ കളിച്ചു. എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സാധാ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ പഴംപൊരിയും വാങ്ങിയിട്ട് വന്നു. വീട്ടിൽ വന്ന് ഇരുന്ന് കഴിച്ചു.